ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം അടിസ്ഥാന വോട്ടുകളുടെ ചോർച്ചയെന്ന് CPM വിലയിരുത്തി. ആഴത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടായില്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന അഭിപ്രായം സംഘടനാ തലത്തിൽ ശക്തമാണ്. കമ്മ്യൂണിസ്റ്റ് നയവ്യതിയാനം ഇനി അനുവദിക്കരുതെന്ന ശക്തമായ നിലപാടും നേതൃയോഗങ്ങളിൽ ഉയർന്നേക്കും. പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളെന്നും പാർട്ടിയുടെ കരുത്തായിരുന്നു. ഇതിൽ ഈഴവ സമുദായവും പുലയർ മഹാസഭയും ഉൾപ്പെടെ ഉള്ള സംഘടനകളും CPMൽ നിന്ന് അകന്ന് BJPയിലേക്ക് ചായുന്നതിൻ്റെ സൂചനകളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമായത്. മണ്ണിൽ ചവിട്ടിയുള്ള പാർട്ടി പ്രവർത്തന ശൈലി നേതാക്കൾ മറന്നു. സാധാരണക്കാരിൽ നിന്നും ഒപ്പം സർക്കാർ ജീവനക്കാരിൽ നിന്നും പാർട്ടിയും സർക്കാരും അകന്ന ഒരു കാലഘട്ടം മുമ്പ് ഉണ്ടായിട്ടില്ല. ആഡംബര ജീവിതം നയിക്കുന്നവരാണ് പാർട്ടി നേതാക്കളെന്ന പൊതു വിലയിരുത്തൽ പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഇടയിൽ ശക്തമായി. ജനകീയ ജനാധിപത്യ വിപ്ലവമെന്ന ആശയം പാർലമെൻ്ററി വ്യാമോഹങ്ങൾക്കും അഴിമതികൾക്കും വഴിമാറിയെന്ന് പോലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നു. ആ രീതിയിലുള്ള പരാതികളുടെ പ്രളയം തന്നെയാണ് ഇത്രയൊക്കെ തിരിച്ചടികൾക്കിടയിലും ആദർശശുദ്ധിയുള്ള നേതാക്കളെ ജനം അംഗീകരിക്കുമെന്നതിന് തെളിവായി ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണൻ്റെ വിജയമാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്ത് BJP നടത്തിയ വൻ മുന്നേറ്റത്തിൽ CPM ആത്മവിമർശനം നടത്തണമെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. UDF തരംഗത്തിലും BJP മുന്നേറ്റത്തിലും പല ഇടത് കോട്ടകളും നിലംപരിശായി. മന്ത്രിമാരുൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയെ കൈവിട്ടത് കൃത്യമായ സന്ദേശവും ശക്തമായ മുന്നറിയിപ്പുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രകാരം 111 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFനാണ് ഭൂരിപക്ഷം. 18 മണ്ഡലങ്ങളിൽ മാത്രമാണ് LDFന് മേൽക്കൈ കിട്ടിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 1 ലക്ഷം വോട്ടിന് ജയിച്ച നർബണത്ത് 2616 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ഇപ്പോൾ കിട്ടിയത്. BJP 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തും 8ഇടത്ത് 2-ാം സ്ഥാനത്തുമെത്തി. BJP ഒന്നാമതെത്തിയ 11 മണ്ഡലങ്ങളും LDFൻ്റെ സിറ്റിംഗ് സീറ്റുകളാണെന്ന് ഓർക്കണം. 19 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് വൻതോതിൽ വോട്ട് കൂടി. ചെറിയ കാര്യമല്ലത്. കൃത്യമായ ആസൂത്രണത്തോടെ ആറ്റിങ്ങലിൽ ചിട്ടയായ പ്രവർത്തനം നടത്തിയിട്ട് പോലും ജില്ലാ സെക്രട്ടറി V. ജോയിയുടെ കനത്ത പരാജയം തടയാനായില്ല. NSSനെയും SNDP യോഗത്തെയും ഒപ്പം നിർത്താൻ BJP മെനയുന്ന തന്ത്രങ്ങൾ ഗൗരവത്തിലെടുക്കണമെന്ന് വാദിക്കുന്നവരും CPMലുണ്ട്. മൊത്തത്തിൽ പാർട്ടിയിലും സർക്കാരിലും അഴിച്ചുപണിയും തെറ്റിദ്ധരുത്തലും ഉണ്ടായില്ലെങ്കിൽ പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് അകലും. 3-ാം ഇടതുമുന്നണി സർക്കാർ എന്ന സ്വപ്നം വിഫലമാകും. സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കണം. ചിട്ടയായ പ്രവർത്തനങ്ങൾ, കേന്ദ്രത്തിനെതിരെ ജനകീയ പ്രശ്നങ്ങളിൽ സമരമുറകൾ എന്നിവയിലൂടെയൊക്കെ മാത്രമേ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയുള്ളൂ. പാർട്ടിയും സർക്കാരും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇല്ലെങ്കിൽ പൊതുജനം തള്ളിക്കളയും. ഈ വിധി ഒരു മുന്നറിയിപ്പാണ്. കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം.